ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദാർജൻ. അപ്പൊ നമ്മള് കൊറേ നാളായല്ലേ കണ്ടിട്ട്, കൊറേ ഡെയിലി വ്ലോഗിൽ കാണുന്നില്ലേ കാറിന്റെ അകത്ത്. അതെ, കാറിന്റെ അകത്ത് നമ്മള് കാറിന്റെ അകത്ത് കൊറേ നാളെ കണ്ടിട്ട് എന്ത് ചെയ്യാനാ, വീടിന്റെ അകത്തുനിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. നമ്മള് വീട്ടിൽ കയറിയപ്പോ വിചാരിച്ചത് കുക്കിംഗ് ചാനലായിരുന്നു. അതെ സത്യം, ഞാൻ ഇങ്ങനെ ആലോചിക്കണം വൃന്ദാസ് കിച്ചൺ എന്നൊക്കെ ചാനലിന്റെ പേര് മാറ്റിയാലോ എന്ന് വരെ ആലോചിച്ചായിരുന്നു. അപ്പൊ നമ്മള് വിചാരിച്ചത് വീടെടുക്കുന്നു, കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ പോകുന്നു, വീട് അലങ്കരിക്കുന്നു, ഇങ്ങനെയൊക്കെ കുറച്ച് വീഡിയോസ് എടുക്കാറുണ്ട്. പക്ഷെ വീടിന്റെ അകത്ത് കയറിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമയം വേണ്ടേ? ഈശ്വര, കുക്കിംഗ് എന്ന് പറഞ്ഞാൽ കുക്കിംഗ് നമ്മള് രാവിലെ തുടങ്ങും, നിങ്ങൾ കാണാറുണ്ടല്ലോ, നമ്മൾ രാവിലെ തുടങ്ങും, പിന്നെ ഉച്ചയാകുമ്പോഴായിരിക്കും എല്ലാം തീരുന്നത്. പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ വന്ന് സ്റ്റുഡിയോന്റെ വർക്ക്സ് ഉണ്ടാകും. അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ഒരു ദിവസം അങ്ങോട്ട് കഴിയും. അതുകൊണ്ട് വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട് ഇല്ലേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കൊറേ വീഡിയോ എടുക്കാൻ തന്നെ വിട്ടു. വേഗാക്കണ്ടേ ഭാഗ്യത്തിന് എനിക്ക് ഇത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇവളെ തട്ടിപ്പ് എന്താ പറയാ, അത് നിങ്ങൾ അറിയണം. ഇവളെ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ നീ കൊറേ കാലം ബാച്ചിലർ ലൈഫ് നിന്നല്ലേ, അപ്പൊ നിനക്കറിയില്ല ഇതെങ്ങനെയാന്ന്. ഷാൻജിയോ എന്നെല്ലാം പറയുമ്പോ ഏട്ടന്റെ മോനെ പോലെയാണ്. ഷാൻജിയോന്റെ എല്ലാരും ഷാൻജിയോ രാവിലെ ഉറങ്ങിയെണിക്കുന്ന ഷാൻജിയോന്റെ ഏട്ടന്റെ തുടങ്ങും. പുള്ളി ഉണ്ടാക്കാത്ത ഐറ്റംസ് ഇല്ലാത്തത് കൊണ്ട് എന്തൊരു ഭാഗ്യമല്ലേ, എന്ത് സാധനം ഉണ്ടാക്കുന്നത്. ഞാൻ അപ്പടെ ഔട്ട് തോന്നിയാ ചേട്ടന്റെ ചാനൽ കാണും, അപ്പൊ കിട്ടും, കറക്റ്റ് കാര്യം കിട്ടും. പിന്നെ ഓക്കെ ചേട്ടാ പൊക്കോന്ന് പറഞ്ഞിട്ട് സാധനം ഞാൻ ഉണ്ടാക്കും. അല്ല, ഷാൻജിയ പറയുന്ന സാധനം അതായിരിക്കും, പക്ഷെ നമ്മൾ അതില് നമ്മുടെ സാധനം എന്തെങ്കിലും ഇംപ്രവൈസ് ചെയ്യണമല്ലോ. ഇംപ്രവൈസ് അയാള് പുളിശ്ശേരി പറഞ്ഞത്, ഇവളുണ്ടാക്കിയത് സാമ്പാർ. അല്ല ഞാൻ പറയട്ടെ, പക്ഷെ അങ്ങനെ മൊത്തത്തില് ഫ്ലോപ്പ് ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഗൈസ്, ഒന്നും അങ്ങനെ ഫ്ലോപ്പ് ആയി പോയിട്ടില്ല. ഒരു ഫ്ലോപ്പ് ഒരാഴ്ച എല്ലാ പ്രാവശ്യം ഫുഡാക്കി കഴിഞ്ഞ ഇവള് അച്ഛനെ വിളിക്കും. ഒരാഴ്ച ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് അച്ഛനെ വിളിക്കും, അമ്മേനെ വിളിക്കും, ഫ്രണ്ട്സിനെ വിളിക്കും, എല്ലാരും വിചാരിച്ച് സ്നേഹത്തില് വിളിക്കുന്ന ടെസ്റ്റിംഗാ. രാമുണ്ടാണ് വിളിച്ചത്, അവന്റെ പേടി ഞാൻ ഉണ്ടാക്കണത്. നീ കഴിക്കാറുണ്ടോ? ഇല്ലല്ലോ. അച്ഛൻ കഴിച്ച എല്ലാം ഓക്കെ ആന്ന് കഴിഞ്ഞാല് ഇവളും കഴിക്കത്തുള്ളൂ. അങ്ങനെയല്ല ഗൈസ്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സംഭവം നമുക്ക് ആ ഫ്ലേവർ എന്താ പറയാ, ആ സ്മെല്ലൊക്കെ അത്രയും ഇതാക്കി കുക്ക് ചെയ്യണോണ്ടാന്ന് തോന്നുന്നു, അത് കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്കത് മാറി. നേരത്തെ പറഞ്ഞൂടെ ഇതെങ്ങനെയാ ആ അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ സാധനം എനിക്ക് അങ്ങനെ എല്ലാവർക്കും ഉണ്ടോന്ന് അറിയാം, പക്ഷെ എനിക്ക് അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വയറ് നിറച്ച് കഴിക്കാൻ പറ്റില്ല. അങ്ങനത്തെ എന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. എടുക്കാൻ പറ്റൂല, ഓട്ടോറിക്ഷ അവിടെ ഇല്ലേ. ആ അപ്പൊ വയറിറച്ച് കഴിക്കാൻ പറ്റാത്തതിന്റെ അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് വീട്ടിലേക്ക് വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. അതെ, നമ്മൾ ഏത് കുക്ക് ചെയ്തോണ്ടിരുന്നാ മതിയോ ഗൈസ്? അല്ല, കുക്കിംഗ് ഒക്കെ ഞാൻ ഒന്ന് സെറ്റ് ആയിട്ട് എന്തായാലും ഞാൻ കുക്കിംഗ് ചാനൽ തുടങ്ങും. അല്ല, എന്റെ അഭിപ്രായത്തില് ശരിക്കും നമുക്ക് അങ്ങനെ ചാനൽ വേണം എന്നാണ്. കാരണം ന്യൂബിയായ ആൾക്കാർക്കെല്ലാം ചേട്ടാ ഇന്നൊന്ന് വണ്ടിയും കൊണ്ട് പുറത്തിറങ്ങിയതല്ലോ, ഇപ്പൊ തീരുമാനമായ കാറ്. അത് അടുത്ത ആള് ഇവരൊക്കെ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് വീട്ടിലത്തേക്ക് വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ. എന്താ പ്ലാൻ എന്താ രാമൂട്ടാ? പലചരക്കാണോ? എങ്ങോട്ടാ പോണ്ടേ? നമുക്ക് പോണ്ട് വൈറ്റിലാണ്. ഞാൻ യൂട്ടേൺ എടുക്കാൻ പറഞ്ഞതുകൊണ്ടാ വൈറ്റിലേക്ക് പോവാൻ വേണ്ടിട്ട്. നമ്മള് വിചാരിക്കുന്നത് ലുലു പോവാൻ വേണ്ടിട്ടാണ് ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മള് ലുലുവിലേക്കാണ് പോകാൻ പോകുന്നത്. ലുലുവിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മാർക്കറ്റാണ് നമ്മുടെ സ്ഥിരം മാർക്കറ്റാണ്. നമ്മള് മാർക്കറ്റിൽ പോയില്ലേ? നാളെ പോകും. പക്ഷെ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്നത് ഭയങ്കര ലാഭകരമായിട്ടും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എനിക്ക് സാധനങ്ങൾ കണ്ട് പരിചയമില്ലാത്തോണ്ട് അത് തോന്നുന്നു. സാധനങ്ങൾ എന്തായാലും നല്ലതായിരുന്നു എനിക്ക്, അല്ലേ? അപ്പോ നമ്മള് പച്ചക്കറികൾ വൺ ടൈം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ മേടിച്ചാൽ 1 വീക്ക് പോകും. നമ്മൾ 2 ആളല്ലേ ഉള്ളൂ. 1 വീക്കോട് സാധനങ്ങൾ അത്രയും ഉണ്ടാവും. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ പോണാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടെ കൺവീനിയന്റ്. ഇപ്പൊ ഞങ്ങള് വിചാരിക്കുന്നത് അടുത്തുമാണ്, വീടിന്റെ അടുത്താണ്. പിന്നെ ഇപ്പൊ നമ്മള് വാങ്ങിക്കാൻ പോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാ അമ്മൂട്ടാ? മിക്സി വാങ്ങിക്കണം എന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങള്. കണ്ടോ,
തിരിച്ചു വരുമ്പോ മിക്സി ഉണ്ടാവൂല, ബാക്കി എന്തെല്ലോ വാങ്ങിട്ട് വരും നമ്മള്. ഒരു ലൈൻ, പക്ഷെ എന്നാലും വൈറ്റില് നല്ല ബ്ലോക്കാ. ആ വഴിയാ കാണിക്കുന്ന, പക്ഷെ വൈറ്റില് കലൂര് വഴി അതിനേക്കാളും ബ്ലോക്ക് ആയിരിക്കും. അങ്ങോട്ട് വെക്കും. കലൂര് വഴിയാ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇനി ലുലുവിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ മിഡ്നൈറ്റിൽ തുടങ്ങി ഗൈസ്. രാമൂട്ട എന്തൊക്കെ വേണമെന്ന് ലിസ്റ്റ് ഉണ്ടോ? മര്യാദക്ക് പറഞ്ഞാണ് ഗൈസ് രാമൂട്ടൻ വലിയ ട്രേ എടുക്കാന്ന്. ഇതെടുത്തോ. ചെറുതിലൊതുങ്ങില്ല എന്ന് മനസ്സിലാക്കിയ രാമൂട്ടൻ വലുതുമായി വന്നേക്കാണ്. ഗൈസ് നമ്മൾ പൗഡർ ടിൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പൗഡർ ടിൻ എടുക്കുക രാമൂട്ട. അതെ, പല പല സൈസുള്ള പൗഡർ ടിൻസ്. അപ്പം നമുക്ക് കണ്ടെയ്നർ ഭയങ്കര ഡൗട്ട് വന്നു. അതുകൊണ്ട് ഇതാ ഈ ഒരു കണ്ടെയ്നർ ചായപ്പൊടിക്കും ഷുഗറിനും, ആൻഡ് ഇത് നമ്മൾ മസാല ബോക്സിന് വേണ്ടിയിട്ടെടുത്ത്. അപ്പോൾ പല പല മസാലകൾ ഇങ്ങനെ ഇട്ട് വെക്കാമല്ലോ. ആൻഡ് ഇങ്ങനെ ആവശ്യം വരുമ്പോൾ ഓരോന്നായിട്ടിടാം അല്ലേ രാമൂട്ട? ഇതെന്താ നോക്കുന്നത്? ചോപ്പർ. അതെന്തായാലും വേണോട്ടോ രാമൂട്ട. ആ കയ്യിലിരിക്കുന്ന തന്നെ വാങ്ങിച്ചോളൂ. ഇത് വേണോ അല്ല ഇത് വാങ്ങണോന്ന് ആലോചിച്ചിട്ടാ. അതൊന്നും വേണ്ട. ഇങ്ങനെ നമ്മൾ തൊലി കളഞ്ഞിട്ടിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ് കാണിക്കണല്ലേ, അതല്ലേ? അത് ഈ സാധനല്ലേ? അതാ കൊച്ചെടുക്കുന്നത്. ആ സംഭവം ഇതാ വേണ്ട. ഇതാ വേണ്ട. ഇത് തന്നെ. ഇത് കണക്കന്നെയാ? കണക്കന്നെയാണോ? എന്തായാലും മതി. ഏതോ കുറച്ച് ഈസിന്ന് വെച്ചാൽ അത് വാങ്ങിച്ചോ. എന്തെങ്കിലും ആയിട്ട് അരിഞ്ഞാ പോരെ. ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ ഇത് മതി. എന്താണോ കിട്ടിയാ? കിട്ടി. അരിപ്പ കണ്ടതിന്റെ സന്തോഷമാണ് ഗൈസ്. കാരണം ഇത്രയും ദിവസം നമ്മൾ ചായപ്പൊടിയുള്ള ചായയാണ് നമ്മൾ കുടിച്ചോണ്ടിരുന്നത്. ഏത് വേണം? പലതരത്തിലുള്ള സ്റ്റീലല്ലേ എടുക്കുള്ളൂ. പിടിക്കാനൊരു സുഖം. എനിക്കേതാ കംഫർട്ട് നോക്കി എടുത്തോ. കുഴപ്പമില്ല, ഇത് മതി. അങ്ങനെ അത്യാവശ്യം നമുക്ക് ഇപ്പോഴത്തേക്ക് വേണ്ട അടുക്കള സാധനങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്കും കപ്പ് നല്ലതില്ല. പ്ലേറ്റ് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് കണ്ണൂർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതാണ് ഇപ്പം ആകെ 2 പ്ലേറ്റേ ഉള്ളൂ. മന്നവർക്കൊക്കെ നമ്മൾ കഴിച്ച് ആദ്യം അവർക്ക് കൊടുത്തിട്ട് കഴിച്ചതിന് ശേഷം നമ്മൾ കഴിക്കണം. ശരിക്കും ചട്ടി പോലെ ഉണ്ട്. പക്ഷെ ഇതെന്തെന്നാ? ഇരുമ്പ ഗ്ലാസാ? ബാലൻസർ എടുക്കാം. ഓൾറെഡി ഡിഫ്യൂസർ ഉണ്ട് നമ്മുടെ കയ്യിൽ. സോ എടുക്കാം. അപ്പം ഗൈസ് എനിക്ക് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് വേറെ ഇറങ്ങാൻ പോവാം ഗൈസ്. അപ്പം നമ്മൾ ബിൽഡിങ്ങിന് നിൽക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആരാ രാമണ്ണ ഒന്ന് പരിചയപ്പെട്ട? അവരാ രാമണ്ണല്ലേ? ഞാൻ പോയിട്ട് പഠിക്കാൻ പോയിട്ട് ബില്ല് ചെയ്യാം. നമ്മൾ എന്തെടുത്തേനും എന്നൊരു ലാവൻഡർ തീം അല്ലേ രാമൂട്ട? അരിപ്പ ലാവൻഡർ, ഡിഫ്യൂസർ ലാവൻഡർ, റൂം ഫ്രഷ്നർ ലാവൻഡർ, ബ്ലൂബെറി. കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ ഞങ്ങള് അല്ലേ? എവിടെ ബില്ലെവിടെ? ഇത്രേ വാങ്ങിയിട്ടുള്ളൂ. എന്നിട്ട് ഇതൊന്നും അല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് തോന്നാനാണോ രാമൂട്ട? അത് ക്ലാസ് ഉണ്ട് വേണ്ട. അപ്പൊ ഗൈസ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോ ഇച്ചിരി സമയം ലേറ്റ് ആയി പോയി. അതുകൊണ്ട് ഞാൻ മിക്കവാറും നല്ല നീ മെട്രോനോ ഈ ബ്ലോക്കിലൊന്നും ഒരിക്കലും ഓടിയിട്ട് അടുത്തില്ല സമയം കൊണ്ട്. നമുക്ക് നോക്കാം. അവിടുന്ന് ലേറ്റ് ആവുകയാണെങ്കിൽ മെട്രോ സ്റ്റേഷനിൽ വിടുവോ? ഇത് കേറി ഇപ്പൊ ലുലു അല്ല, അപ്പുറത്ത് കേറിയാ നിനക്കറിയില്ല ഇത്. എന്നാ ശരി. അപ്പൊ ടാറ്റ ഗൈസ്, ബൈ.